എനിക്ക് വന്ന ഗതി ഒരു മനുഷ്യർക്ക് നാളെ വരാൻ പാടില്ല. ഈ മണപ്പുറം ഫിനാൻസിലുള്ള എല്ലാ ചെറ്റകളെയും ഞാൻ വിളിച്ചു. ഒരുത്തനും ഫോൺ എടുത്തില്ല, ഒരുത്തനും ഒരു റെസ്പോൺസ് തന്നില്ല. എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയൊക്കെ എൻ്റെ ഒരു മനസ്സിൻ്റെ അതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യാത്തത്. നേരെ മറിച്ച് എല്ലാവരും എന്നെ പോലെ ആയിരിക്കണം എന്നില്ല. മണപ്പുറം ഫിനാൻസിലെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് നിങ്ങളായിട്ട്? വളരെ മോശം, വളരെ എന്ന് പറഞ്ഞാൽ വളരെ മോശം. അതായത് ഒരുത്തനെ എങ്ങനെ കൊല്ലാക്കൊല ചെയ്യാം, ചതിയിൽ എങ്ങനെ പെടുത്താം, അതാണ് എൻ്റെ അനുഭവം. ഓൾറെഡി ഞാൻ എത്ര അടവടച്ചു, ഒരു കൊല്ലത്തോളം അടവടച്ചു. ആ പൈസ ഈ കമ്പനിക്ക് ലാഭമാണ്. അപ്പോൾ ഇവരെടുത്ത് ആകെ എടുത്തത് 13,30,000 റുപ്യ. അപ്പോൾ 14 ലക്ഷം റുപ്യ വേണമെന്ന് പറയുമ്പോൾ എത്ര റുപ്യ ഒരു കൊല്ലം കൊണ്ട് എൻ്റെ പോലെ പലിശ തന്നു. ശരിക്കും പക്ക ഗുണ്ടായിച്ചു. അത് കേരളത്തിൽ ഓൽക്ക് നിയമപരമായിട്ട് നടക്കൂല. അതുകൊണ്ടാണ് ഇത് മൈസൂർ വെച്ച് ചെയ്യുന്നത്. ഇനി ഒരു ഓണർമാർക്ക്, ഒരു ഡ്രൈവർമാർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വരരുത്. ഒരു 10 കിലോമീറ്റർ കൂടി പോയാൽ ലോഡിലൊക്കെ എന്നിട്ട് പറഞ്ഞു ഇപ്പം തന്നെ ഒരു അടവ് അടയ്ക്കാം, എങ്ങനെ കഴിച്ചില്ല. എന്നിട്ട് ഒരാൾ ഒരു റെസ്പോൺസ് തന്നില്ല. ബാങ്കിൽ നിന്ന് 6 പേരെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. 6 പേരും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അല്ലാതെ എനിക്കൊരു രക്ഷയില്ല. അടക്കാം എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അന്നേരം അവൻ പറയണ ഭാഷ എന്താണെന്നറിയോ? നിങ്ങളെ കൊണ്ട് കിട്ടും പോലെ നോക്ക്. ഓഫീസിൽ വന്നിട്ട് ഞാൻ നല്ല രീതിക്ക് സംസാരിച്ച് വന്നതിൻ്റെ ശേഷം എൻ്റെ അടുത്ത് പറയാം, അതൊന്നും പറ്റൂല, 3 അടവ് തെറ്റിയതും അടയ്ക്കണം, 1 അഡ്വാൻസും അടയ്ക്കണം, പലിശ എല്ലാം അടത്തിട്ട് എല്ലാം അടയ്ക്കണം, അവിടെ യാർഡിലെ പൈസയൊക്കെ കൊടുക്കണം. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടായി തരണം. അന്നേരം ഇവൻ എന്നെ പട്ടിക്ക് വില കൽപ്പിക്കാതെ നീ നിന്നെ കൊണ്ട് കഴിയും പോലെ നോക്കിക്കോന്നു. അപ്പോൾ നിയമം ഇവന് മാത്രമാണോ? ഒരു ലോറി പ്രസ്ഥാനം എന്ന് വിജയിച്ച പോലെ എളുപ്പമല്ല. പിന്നെ ഈ ബാങ്കിലെ ഈ മാതിരി നാറിത്തരം ചെയ്ത് എടുക്കുന്ന നമ്മളെ പോലത്തെ എങ്ങനെയാണ് മുന്നോട്ട് പിടിച്ചു പോവാ? വണ്ടി ശരിക്കും എവിടുന്നാ പിടിച്ചത്? മൈസൂരിന്ന്. ഒരുത്തന്റെ പേരിൽ, ഒരു മുതലിന്റെ പേരിൽ ഒരുത്തന്റെ ബാധ്യത ആക്കി ഇട്ടിട്ട് അവനെ പിടിച്ചിട്ട് കൊണ്ടിട്ടിട്ട് ആ മുതൽ വെച്ചിട്ട് ഇവര് വില വെച്ച നിങ്ങൾ അതിന്റെ RC എനിക്ക് തരാമോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തരാം. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ പേരിലുള്ള വണ്ടിന്റെ RC നിനക്ക് എന്ത് അവകാശം ചോദിക്കാൻ? അല്ല, അത് നമുക്ക് ബാങ്കിൽ നിന്ന് തന്ന ഡീറ്റെയിൽ ആണ്, അതനുസരിച്ചാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ബാങ്കുകാർ എവിടെ എത്തി? നമസ്കാരം. ലോറി പ്രസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല. ലോറി പ്രസ്ഥാനം വല്ലാത്ത രീതിയിലേക്ക് തകർച്ചയിലാണ്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വലിയ രീതിയിലേക്ക് ശ്രമം അനുഭവിച്ചിട്ടൊക്കെ പാളിപ്പോയ ആളുകൾ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. നഷ്ടങ്ങൾ, കോടിക്കണക്കിന് രൂപ നഷ്ടം വന്ന് ഈ പ്രസ്ഥാനം തന്നെ പൂട്ടിയ ആളുകൾ ഒരുപാടുണ്ട്. മൻസൂറാണ് നമ്മുടെ കൂടെ ഉള്ളത്. മൻസൂറിന് വലിയൊരു സങ്കടം ജനങ്ങളോട് പറയാനുണ്ട്. മൻസൂർ, എന്താണ് പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ലോറി ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോറി എടുത്തതാണ് എനിക്ക് വന്ന പ്രശ്നം. കാരണം ലോറി എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് ഒരു ക്യാഷ് എടുക്കാൻ ആർക്കും ആവില്ലല്ലോ. അങ്ങനെ മണപ്പുറം ഫിനാൻസിൽ നിന്ന് ഞാൻ ലോൺ ഇട്ടു. മാസം ആവശ്യത്തിലേറെയുള്ള ഒരു അടവ് മാസം എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സുപ്രഭാതത്തിൽ എനിക്ക് വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥ വന്നേരം ഞാൻ ഡ്രൈവറെ വിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി അടവ് തെറ്റിയിട്ട് വണ്ടി പിടിച്ചു. വണ്ടി പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായ പിടുത്തമൊന്നുമല്ല. ഒരു RC ഓണറെ വിളിച്ച് നിയമം ഇവിടെ ഉണ്ട്, ബാങ്കിനുണ്ട് നിയമം, എനിക്കും ഉണ്ട് നിയമം. എത്ര അടവ് തെറ്റിയായിരുന്നു? എൻ്റെ അടുത്ത് 3ാമത്തെ അടവാണ് തെറ്റിയത്. നിങ്ങൾ ഈ 3ാമത്തെ അടവ് തെറ്റിയോ ബാങ്കിൽ പോയായിരുന്നോ? 3 അടവ്. ഫസ്റ്റ് അടവ് തെറ്റുമ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് വിളിക്കാറുണ്ട്. ഫസ്റ്റ് അടവ് തെറ്റുമ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് വിളിക്കാറുണ്ട്. ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ എന്നാൽ പറ്റുന്ന മാതിരി ഉള്ളത് അടയ്ക്കണം. മണപ്പുറം ഫിനാൻസ്. മണപ്പുറം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എല്ലാ ബാങ്കിങ്ങും കണക്കന്നെ. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം പറയാം. മണപ്പുറം ഫിനാൻസ് നിന്ന് ബാങ്കിലെ മാനേജർ എന്നോട് ചെയ്ത കൊടും ചതിയാണ്. ഒരു മനുഷ്യനും, ഒരു ഡ്രൈവർക്കും, ഒരു ഓണർക്കും ഇങ്ങനത്തെ ഒരു അനുഭവം വരരുത്. കാരണം ഞാൻ വണ്ടി പിടിക്കുന്ന അന്ന് ഞാൻ വയ്യാതെ വീട്ടിൽ കിടക്കുക. ആ സമയത്ത് എൻ്റെ ഡ്രൈവർ വിളിച്ചു പറയുന്ന സമയത്ത് ഞാൻ ഈ മണപ്പുറം ഫിനാൻസിലുള്ള എല്ലാ ചെറ്റകളെയും ഞാൻ വിളിച്ചു. ഒരുത്തനും ഫോൺ എടുത്തില്ല, ഒരുത്തനും ഒരു റെസ്പോൺസ് തന്നില്ല. എന്നിട്ട് ഞാനിവിടെ ഓഫീസിൽ വന്ന് ഞാൻ ഡ്രൈവറോട് ചോദിച്ചു എന്താ സംഭവം. ഡ്രൈവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടറിഞ്ഞ് ഞാനിവിടെ ഓഫീസിൽ വന്നിട്ട് ഞാൻ നല്ല രീതിക്ക് സംസാരിച്ച് വന്നതിൻ്റെ ശേഷം എൻ്റെ അടുത്ത് പറയാം, അതൊന്നും പറ്റൂല, 3 അടവ് തെറ്റിയതും അടയ്ക്കണം, 1 അഡ്വാൻസും അടയ്ക്കണം, പലിശ എല്ലാം അടത്തിട്ട് എല്ലാം അടയ്ക്കണം, അവിടെ യാർഡിലെ പൈസയൊക്കെ കൊടുക്കണം. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടായി തരണം, അല്ലെങ്കിൽ എനിക്ക് സൂയിസൈഡേ മുന്നിലുള്ളൂ. അന്നേരം ഇവൻ എന്നെ പട്ടിക്ക് വില കൽപ്പിക്കാതെ നീ നിന്നെ കൊണ്ട് കഴിയും പോലെ നോക്കിക്കോന്നു. അപ്പോൾ നിയമം ഇവന് മാത്രമാണോ? അല്ല, അങ്ങനെ നിയമം നമുക്കും. മണപ്പുറം ഫിനാൻസിലെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് നിങ്ങളായിട്ട്? വളരെ മോശം, വളരെ എന്ന് പറഞ്ഞാൽ വളരെ മോശം. അതായത് ഒരുത്തനെ എങ്ങനെ കൊല്ലാക്കൊല ചെയ്യാം, ചതിയിൽ എങ്ങനെ പെടുത്താം, അതാണ് എൻ്റെ അനുഭവം. ഞാൻ പറയുന്നത് കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്, വണ്ടി പിടിക്കുന്നതിന് മുമ്പേ മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുക അവരെന്നെ വിളിച്ചിട്ടില്ല. പോട്ടെ, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ അതാണോ ഉത്തരവാദിത്വം? അല്ല. എന്നിട്ട് പിടിച്ചതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു 3 അടവും ഞാൻ അടച്ചോളാം,
പണി ഇപ്പോഴത്തെ സംവിധാനങ്ങളൊക്കെ അറിയാലോ, വാടകയില്ല, ഉള്ള വാടകയ്ക്ക് തന്നെ ചെലവും കയറ്റുകൂലി ഇറക്കുകൂലിയും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവറും കൂടിയാണ് പോകുന്നതെങ്കിൽ 10 കൂടി വെച്ചാൽ മുതലാളിക്കൊന്നും ബാലൻസ് വരുന്നില്ല. ഒരു ലോറി പ്രസ്ഥാനം എന്ന് വിജയിച്ച പോലെ എളുപ്പമല്ല. പിന്നെ ഈ ബാങ്കിലെ ഈ മാതിരി നാറിത്തരം ചെയ്ത് എടുക്കുന്നത് നമ്മളെ പോലത്തെ എങ്ങനെയാണ് മുന്നോട്ട് പിടിച്ചു പോവാ? വണ്ടി ശരിക്കും എവിടുന്നാ പിടിച്ചത്? മൈസൂരിന്ന്. മൈസൂർ ശരിക്കും കേരളത്തിൽ വെച്ച് പിടിക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ അല്ലേ? അല്ല, ഇവർക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ റൂൾസ് എന്ന് പറഞ്ഞാൽ 6 അടവ് തെറ്റണം, പിന്നെ കോടതി ഇടപെട്ടിട്ട് പോലീസിനെ കൊണ്ട് വന്നിട്ടേ വണ്ടി പിടിക്കാൻ പറ്റൂ. ഇത് അവിടെ നിന്നാകുമ്പോൾ ഗുണ്ടാ സ്റ്റൈലിൽ പിടിക്കുക. എൻ്റെ ഡ്രൈവറെ അടുത്ത് നിന്ന് പിടിക്കുമ്പോൾ 5 പേരുണ്ട്. 5 പേര് ഒരുത്തന് വണ്ടിയിൽ അടുത്ത സൈഡിൽ കൂടെ കയറിയിട്ട് സ്റ്റിയറിംഗ് സീറ്റ് കയറി കുത്തിട്ടുണ്ട്. പിന്നെ ഇവർ ബാക്കിയുള്ളവരെ ഫോൺ ചെയ്ത് വരുത്തിയിട്ട് 5 ആൾ കൂടിയിട്ട് ഈ ചെറിയവൻ എന്ത് ചെയ്യാനാ? പിന്നെ മാത്രമല്ല അവരെ നാടാണ്, അവിടുന്ന് നമുക്ക് എളുപ്പമല്ല വണ്ടി തൂക്കി ഇങ്ങോട്ട് വരല്ലേ. ശരിക്കും പക്ക ഗുണ്ടായിച്ചു. അത് കേരളത്തിൽ ഒരിക്കൽ നിയമപരമായിട്ട് നടക്കൂല. അതുകൊണ്ടാണ് ഇത് മൈസൂർ വെച്ച് ചെയ്യുന്നത്. ഇനി ഒരു ഓണർമാർക്ക് ഒരു ഡ്രൈവർമാർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വരരുത്. അതാണ് പിടിക്കുന്ന സമയത്ത് വണ്ടിയിൽ ലോഡ് ഉണ്ടായിരുന്നു? ഇല്ല, ലോഡ് കയറ്റാൻ വേണ്ടി പോവാണ്. ലോഡ് കയറ്റാൻ വേണ്ടി ലോഡിംഗ് ലൊക്കേഷനിൽ എത്താനാവുന്നു. ഒരു 10 കിലോമീറ്റർ കൂടി പോയ ലോഡിംഗ് ലൊക്കേഷൻ. എന്നിട്ട് പറഞ്ഞു ഇപ്പം തന്നെ ഒരു അടവ് അടയ്ക്കാം, എങ്ങനെ കഴിച്ചാൽ. എന്നിട്ട് ഒരാളും ഒരു റെസ്പോൺസ് തന്നില്ല. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരാളും ബാങ്കിൽ നിന്ന് 6 പേരെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. 6 പേരും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഈ നിമിഷം വരെ ആയിട്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ടുമില്ല. ഈ വണ്ടി പിടിച്ച് കാര്യങ്ങൾ ഞാൻ ബാങ്കിൽ വന്ന് സംസാരിച്ച് മാനേജറോട് പറഞ്ഞ എനിക്ക് ഇന്നെന്ന മാതിരി ചെയ്തു തരണം, അല്ലാതെ എനിക്കൊരു രക്ഷയില്ല, അടക്കാം എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അന്നേരം അവൻ പറയണ ഭാഷ എന്താണെന്നറിയോ? നിങ്ങളെ കൊണ്ട് കിട്ടും പോലെ നോക്ക്. ഞാൻ പറഞ്ഞു ഞാനിവിടെ പ്രശ്നത്തിനോ കൂട്ടത്തിനോ വന്നല്ല, എൻ്റെ മുതലാണ്, എൻ്റെ മക്കളെ പോറ്റുന്ന ഒരു സാധന. അത് പിടിച്ച് നീ വില പേശാൻ മെനക്കാടണ്ടെന്ന് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. ഞാനാണോ പെണ്ണോ എന്നുള്ളത് നിനക്ക് ഞാൻ കാണിച്ചു തരുമെന്നും അവൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അവൻ അന്നേരം അവരത്രയും മെമ്പർമാരുടെ ഇടയിൽ നിന്ന് അവന് ഹീറോയിസം കാട്ടാൻ എന്നോട്. കാരണം എൻ്റെ മുതൽ അവൻ്റെ അടുത്ത് അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ അവിടുന്ന് ബാങ്കിൽ നിന്ന് വന്ന് പോയി 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ അതേമാതിരി വണ്ടിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ട് ഒരു കോള്. പിന്നെ മൻസൂർ അല്ലേ? അതെ, ഇങ്ങനെ നിങ്ങളെ പേരിലുള്ള ഒരു വണ്ടി ഇങ്ങനെ പിന്നെ ലേലത്തിന് വെച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളെന്നാണ് RC ഓണർ, നിങ്ങളതിൻ്റെ RC എനിക്ക് തരാമോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തരാം. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ പേരിലുള്ള വണ്ടിൻ്റെ RC നിനക്ക് എന്ത് അവകാശം ചോദിക്കാൻ? അല്ല, അത് നമുക്ക് ബാങ്കിൽ നിന്ന് തന്ന ഡീറ്റെയിൽ ആണ്, അതനുസരിച്ചാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ബാങ്കുകാർ എവിടെ എത്തി? ബാങ്കുകാരെടുത്തി ഒരുത്തൻ്റെ പേരിൽ, ഒരു മുതലിൻ്റെ പേരിൽ ഒരുത്തൻ്റെ ബാധ്യത ആക്കി ഇട്ടിട്ട് അവനെ പിടിച്ചിട്ട് കൊണ്ടിട്ടിട്ട് ആ മുതൽ വെച്ചിട്ട് ഇവർ വില പേച്ച. എന്നിട്ട് എന്ത് വേണം? ഈ വണ്ടി ഞാൻ ഒപ്പിട്ട് കൊടുത്താൽ എൻ്റെ പേപ്പറില്ലാണ്ട് വണ്ടി പോലെ ഉണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് എനിക്ക് നഷ്ടം സംഭവിക്കും? ബാക്കിയുള്ള തുകക്ക് എനിക്കെതിരെ ബാങ്കുകാർ കേസ് കൊടുക്കും. അതാണ് ഇവരെ പരിപാടി. അപ്പം ഇത് എനിക്ക് വന്ന ഈ ഒരു അനുഭവം ഒരാൾക്കും വരരുത്. സാധാരണ വണ്ടി പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വണ്ടി അവര് ചുരുങ്ങിയ ലെവലിൽ വിറ്റിട്ട് ബാക്കിയുള്ള കേസ് എടുത്ത് ജാമാക്കുക ചെയ്യാം. അതോടെ ആ വണ്ടിക്ക് നല്ല വിലയുള്ള വണ്ടി പോലും ചെറിയ വിലക്ക് കൊടുത്ത് സംഭവം ഉണ്ടാക്കൂലേ? എന്നോട് വരെ എൻ്റെ ഡ്രൈവറെ വിളിച്ചാൽ എൻ്റെ ഡ്രൈവറോട് വരെ പറയാണ് വണ്ടി ലേലത്തിനെടുത്തോ 7 ലക്ഷം റുപ്യ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വണ്ടിക്ക് ഒരു എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാനൊരു എൻ്റെ സ്നേഹിതൻ്റെ തന്നെ കച്ചവടക്കാരനാക്കി കൊണ്ടുവന്ന് അവനിത് ക്ലോസ് ചെയ്തോളാം, 13.5 ലക്ഷം റുപ്യക്ക് നിൽക്കുമെന്ന് ചോദിച്ചിട്ട് ഈ മാനേജർ പറയാൻ തരാം 16.5 ലക്ഷം റുപ്യയിലല്ലാണ്ട് നിൽക്കൂലാന്ന് എന്നോട്. അപ്പോൾ ഈ ഒരു ഓൾറെഡി ഞാൻ എത്ര അടവടച്ചു, ഒരു കൊല്ലത്തോളം അടവടച്ചു. ആ പൈസ ഈ കമ്പനിക്ക് ലാഭമാണ്. അപ്പോൾ ഇവരെടുത്ത് നിന്ന് ആകെ എടുത്തത് 13,30,000 റുപ്യ. അപ്പോൾ 14 ലക്ഷം റുപ്യ വേണമെന്ന് പറയുമ്പോൾ എത്ര റുപ്യ ഒരു കൊല്ലം കൊണ്ട് എൻ്റെ വലിയ പലിശ തന്ന് മനസ്സിലാക്കണ്ടേ? ഒരുത്തനെ ഇത് കക്കാൻ പോയിട്ടും പിടിക്കാൻ പോയിട്ടും കിട്ടാനില്ലല്ലോ, അധ്വാനിച്ച് കൊണ്ടുവരണ്ടേ? അത് ഇവർ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇവനൊക്കെ മാനേജറാണോ മനുഷ്യനാണോ മണ്ണാച്ചനാണോ എന്നുള്ളത് ജനം തിരിച്ചറിയണം. അതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് വന്ന ഗതി ഒരു മനുഷ്യർക്ക് നാളെ വരാൻ പാടില്ല. മണപ്പുറം ഫിനാൻസ് അവരാണ് ഇതിന് ഉത്തരവാദി. അവരെ മാനേജ്മെന്റ് എനിക്ക് കോഴിക്കോട് ബ്രാഞ്ചിൽ നിന്നാണ് എനിക്ക് ലോണ് തന്നത്. അപ്പോൾ ഈ ലോണ് തന്ന ഈ കോഴിക്കോട് ബ്രാഞ്ചിലുള്ള മാനേജറാണ് ഇതിന്റെ ഉത്തരവാദി. നിങ്ങൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് മണപ്പുറം ഫിനാൻസിനെ കുറിച്ച്? ജനങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ, മേലാൽ ഇനി ഒരാൾ ലോൺ ഇട്ട് വണ്ടി എടുക്കണ്ട, അത്ര തന്നെ പറയാനുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ ഇതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യാത്തത്. നേരെ മറിച്ച് എല്ലാവരും എന്നെ പോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ ഓൾ ഇന്ത്യ ലെവലിൽ ഓടുന്ന ഒരു ഡ്രൈവറാണ്. എനിക്ക് എൻ്റെ അറിവിൽ അറിയാം ഒത്തിരി വണ്ടിക്കാർ ഈ വണ്ടി ചില്ലറ പൈസക്കും 50,000 കൊടുത്തിട്ടും പൈസ എവിടേക്ക് കൊടുത്തിട്ടും വണ്ടി ഇറക്കി കൊടുത്തിട്ട് 1 കൊല്ലം 1.5 കൊല്ലം ഓടി കഴിയുമ്പോൾ പിടിച്ച് യാർഡിലിടുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ എൻ്റെ അനുഭവത്തിലുണ്ട്.
പിന്നെ അതിലൊരു കണ്ണി ഞാനും. തീർച്ചയായും ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിന് കോടതിയിൽ പോയപ്പോ പകുതി, അതായത് ഇദ്ദേഹം 3 അടവ് കെട്ടിയതിനു ശേഷം 3 അടവ് കെട്ടി, ആ 3 അടവ് കെട്ടിയതിനു ശേഷം ഞങ്ങൾക്ക് അതിന്റെ പിന്നെ 2 അടവ് ഓൾറെഡി ആയി. അതായത് 3 അടവ് തെറ്റുന്നവരാണ് പിടിക്കുന്നത്. അപ്പൊ ഈ സമയം ഞാൻ കോടതി പേപ്പറുമായിട്ട് വരുന്ന സമയം വരെ 5 അടവായി. ഈ നിയമ പോരാട്ടത്തിൽ നമ്മുടെ സുഹൃത്തായ റഹ്മാൻ പത്രിപ്പാൽ ഇടപെടുകയും ഈ മണപ്പുറം ഫിനാൻസിനെതിരെ ഇവർ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ കോടതിയിൽ പോയതിന്റെ പകർപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ നിന്നുള്ള ഉത്തരവ്, വണ്ടി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ 3 അടവ് തെറ്റിയായിരുന്നു. അപ്പോൾ 2 മാസത്തോളം അവിടെ വണ്ടി ഇട്ടു. അപ്പോൾ 5 അടവായി ടോട്ടൽ. അതിന്റെ പകുതി അടക്കുക, പകുതി അടച്ചിട്ട് പിന്നെ അടുത്ത ഗഡുക്കളിൽ ഈ ആ പകുതി അടവിന്റെ ബാക്കി ഗഡുക്കൾ അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. റഹ്മാൻ 6 അടവാണ് ടോട്ടൽ ഇനി അടയ്ക്കേണ്ടത്. അപ്പോൾ റഹ്മാൻ പത്രിപ്പാലാണ് ശരിക്കും ഇതിന് മുന്നോട്ട് നിന്നത്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് ഒന്ന് കാണാം. കാര്യം പാവപ്പെട്ട ആളുകളെ വല്ലാത്ത രീതിയിലേക്ക് ചൂഷണം ചെയ്യുന്ന ഇത്തരം രീതികൾ ഫിനാൻസുകാർ, ബാങ്കുകാർ നിർത്തണം എന്നുള്ളതാണ്. കാര്യം കഷ്ടപ്പെട്ടാണ് ഓരോ വണ്ടികൾ എടുക്കുന്നത്, കഷ്ടപ്പെട്ടാണ് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്വപ്നം പാടെ തകർത്തെറിയുന്ന രീതിയിലേക്കാണ് ഈ ബാങ്കിന്റെ പ്രവർത്തനമൊക്കെ പോവാം. അപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് ശരിക്കും പറഞ്ഞത്. മണപ്പുറം ഫിനാൻസ് നിന്നുണ്ടായ അനുഭവമാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കും ഇത്തരം ഗതി വരാതിരിക്കട്ടെ എന്നുള്ളതാണ്. അടവുകളൊക്കെ സ്വാഭാവികം തെറ്റാറുണ്ട്. 3 അടവ് തെറ്റിയപ്പോഴും ആ 3 അടവ് തെറ്റി ഞങ്ങൾ 3 അടവ് തെറ്റി ഞങ്ങൾ പണം അടച്ച് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കാത്ത ആളുകളോട് പറയാനുള്ളത്, ഇവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടായിക്കൂടാ എന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങളിലേക്ക് ഇത് പങ്കുവെക്കുന്നത്. തന്നെയല്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ 100% പരിപാടികളുണ്ട്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഒരു വണ്ടിക്ക് ഇത്രയും വലിയ സംഖ്യ ലോണ് കൊടുക്കുമ്പോൾ അത് തിരിച്ചടവ് പ്രശ്നങ്ങൾ വരുമ്പം ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ചില മര്യാദകളൊക്കെ ഉണ്ട്. അത് ചെയ്യേണ്ടതാണ്. അത് ബാങ്കുകാർ ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല. കാല് പിടിക്കുന്ന മാതിരി അവസ്ഥക്ക് പോയിട്ട് നമ്മളിട്ടിട്ട് പട്ടിനെ ചുറ്റം കറപ്പിക്കുക. അപ്പോൾ അതൊന്നും ശരിയില്ല. ഇതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. തീർച്ചയായും. നന്ദി, നമസ്കാരം.